ഒരു സംഗതി പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ മുസ്ഹഫ് എടുക്കുക, എന്നിട്ട് സൂറത്തുൽ അഅല തുറന്നു വെക്കുക. അപ്പൊ നമുക്ക് ഇനി പറയാൻ പോകുന്ന കാര്യം നല്ല ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല പുതിയൊരു അറിവ് കിട്ടിയതിന്റെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാനും പറ്റും. സൂറത്തുൽ അഅല എല്ലാ ആയത്തുകളും അല്ല, ഒരായത്തൊഴികെ ബാക്കി എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് ഇതുപോലെ യാ എന്ന അക്ഷരത്തിലാണ്. യാ അല്ലാതെ അലിഫ് മക്സൂറ എന്നാണ് അതിന്റെ പേര്. കാരണം അതിന്റെ സൗണ്ട് വരുന്നത് അലിഫിന്റേതാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അങ്ങനെ അലിഫിന്റെ സൗണ്ടാണ് അതിന് വരിക. എന്നാൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ, ഇതുപോലെ യാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നുണ്ട് എങ്കിലും എല്ലാത്തിന്റെയും മുകളിൽ ആരില്ല? ഈ പറഞ്ഞ കുഞ്ഞലിഫ് ഇല്ല. ചില ഇടങ്ങളിൽ ഇതുപോലെ കാലിയായിട്ടാണുള്ളത്, ചില ആളുകൾക്ക് മുകളിൽ കുഞ്ഞലിഫ് ഉണ്ട്. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? ആദ്യം നമുക്ക് കാലിയായ അലിഫ് മക്സൂറയെ നോക്കാം. ഒരായത്ത് അവസാനിക്കുന്നത് ഇതുപോലെ കാലിയായ അലിഫ് മക്സൂറയിലാണ് എങ്കിൽ ആ ആയത്ത് നിർത്തുകയാണ് എങ്കിൽ നമ്മൾ അവിടെ മദ് കൊടുത്തുകൊണ്ട് നിർത്തണം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, 2 ഹറക്കാത്തുകളുടെ മദ്. എന്നാൽ ആ ആയത്ത് അടുത്ത ആയത്തിലേക്ക് ചേർത്ത് ഓതുകയാണെങ്കിലോ അവിടെ മദ് കൊടുക്കാൻ പാടില്ല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലല്ലദീ, അഅലല്ലദീ, അങ്ങനെ മദ് കൊടുക്കാതെ ചേർത്ത് ഓതണം. ഇനി ഈ കുഞ്ഞ് അലിഫുള്ള ആളുടെ കാര്യം നോക്കിയാട്ടെ. അല്ലദീ ഖലഖ ഫസവ്വ, നിർത്തി ചേർത്തോതി നോക്കിയാട്ടെ. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. നിർത്തുമ്പോഴും ചേർത്തോതിയപ്പോഴും നമ്മൾ എന്താക്കി? മദ് കൊടുത്തു. അതിന്റെ കാരണം ഈ പറഞ്ഞ അലിഫ് മക്സൂറയ്ക്ക് ശേഷം വന്നിരിക്കുന്നത് സുക്കൂനാണ്. അങ്ങനെ സുക്കൂൻ വരുമ്പോഴാണ് നമ്മൾ എന്താക്കുന്നത്? ആ അലിഫ് മക്സൂറയെ നമ്മൾ ചേർത്തോതുന്നത്, മദ് കൊടുക്കാതെ ചേർത്തോതുന്നത്. എന്നാൽ അവിടെ നിർത്തുമ്പോൾ നമ്മൾ എന്താക്കണം? സാധാരണ പോലെ അതിന്റെ മദ് കൊടുത്തുകൊണ്ട് നിർത്തണം. എന്നാൽ രണ്ടാമത്തെ ആളെ നോക്കിയാട്ടെ. ഇവിടെയോ തൊട്ടടുത്ത് വരുന്നത് ഹറക്കത്തുള്ള ഒരു അക്ഷരമാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ നിർത്തുമ്പോഴും ചേർത്തോതുമ്പോഴും മദ് ഉച്ചരിക്കുന്നത്. അല്ലദീ ഖലഖ ഫസവ്വ, നിർത്തി. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ.